വണ്ടാനം മെഡിക്കൽ കോളേജ് ചെയ്യാന്ന് പറഞ്ഞു. ആദ്യമേ തിരുവനന്തപുരത്ത് കൊണ്ടുപോകാനാണ് നിർദ്ദേശിച്ചത്. തിരുവനന്തപുരത്തോ ഇല്ലെങ്കിൽ ആസ്റ്ററിലോ ഇല്ലെങ്കിൽ അമൃതയിലോ കൊണ്ടുപോകാൻ പറഞ്ഞു. അവർ ചികിത്സ ഉറപ്പാക്കുന്നു പറഞ്ഞു. ചികിത്സ ഉറപ്പാക്കുമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അതിന്റെ യാതൊരു ഇൻഫർമേഷനും എനിക്ക് വന്നിട്ടില്ല, വേറെ ആരും പറഞ്ഞിട്ടില്ല. മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ പറഞ്ഞത് ആരാണ്? അത് അവിടുത്തെ ഡോക്ടർ, നിലവിൽ കൊച്ചിനെ പരിശോധിച്ച ഡോക്ടറാണ്. വണ്ടാനത്ത് നിന്ന് തിരുവനന്തപുരത്താണ് ഇനി ട്രീറ്റ്മെന്റ് ഉള്ളത്. കാർഡിയോളജിക്ക് പീഡിയാട്രിക് സർജൻ ഉള്ളത് തിരുവനന്തപുരത്താണെന്ന് പറഞ്ഞു. ആലപ്പുഴയിലില്ല. പിന്നുള്ളത് അമൃതയിലും ആസ്റ്ററിലുമാണ് എന്ന് പറഞ്ഞു. 3-ാം തീയതിക്ക് എന്താണ് ഫൈനലായിട്ട് അവർ പറഞ്ഞത്? 3-ാം തീയതി ഫൈനലായിട്ട് ചെക്കപ്പിന് പറഞ്ഞിരുന്നത് 3-ാം തീയതി ചെല്ലാനാ പറഞ്ഞത്. അത് അഡ്വാൻസ് ചെയ്ത് നാളെയാക്കി. ഇതുവരെ ഒഫീഷ്യലായിട്ട് അവരുടെ ഒരു വിവരം കിട്ടിയിട്ടില്ല. ഒഫീഷ്യലായിട്ട് ഞങ്ങൾ ആരോഗ്യ രംഗം ഏറ്റെടുത്തു എന്നോ അല്ലെങ്കിൽ ചികിത്സ നിങ്ങൾക്ക് ഉറപ്പാക്കിയെന്നോ പറഞ്ഞിട്ടില്ല. പിന്നെ ഇതിനകത്ത് കുഞ്ഞിന്റെ ശ്വാസം മുട്ടുന്ന ഒരു പ്രശ്നമാണ് ഇമ്പോർട്ടന്റ്. ഈ കുഞ്ഞിനെ കമഴ്ത്തി കിടത്തിയിരിക്കുവാണ്. കുഞ്ഞിനെ നേരെ കിടത്താനായിട്ടുള്ള ഒരു സാഹചര്യം ആകുന്നു ഇല്ല. കുഞ്ഞിനെ നേരെ കിടത്തിയാൽ നാക്ക് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകും. ഇപ്പൊ ജനിച്ച അന്ന് തൊട്ട് ഇപ്പോഴും കുഞ്ഞ് കമഴ്ന്നു തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ കുഞ്ഞിന്റെ കണ്ണ് തുറയിട്ടില്ല. കണ്ണ് തുറക്കാനുള്ള സംവിധാനവും പിന്നെ കുഞ്ഞ് സ്വന്തമായിട്ട് പാല് കുടിക്കാനുള്ള സംവിധാനവും ആയിട്ടില്ല. അപ്പൊ എന്റെ ഭാര്യ ആവശ്യപ്പെട്ടതാണ് കുഞ്ഞൊന്ന് പാല് തന്നെത്താൻ കുടിക്കാനുള്ള സംവിധാനവും കണ്ണ് തുറക്കാനുള്ള സംവിധാനവും നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാമെന്ന്. അപ്പൊ അവര് പറഞ്ഞത് അതൊക്കെ സമയം എടുക്കുന്നതാണ് എന്നാണ് അവര് പറഞ്ഞത്. നിങ്ങൾ എത്ര പ്രാവശ്യം സ്കാൻ ചെയ്തു? 7 പ്രാവശ്യം ചെയ്തെന്ന് ഞാൻ 7 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കാണും അവര് പറഞ്ഞിട്ട് ചെയ്തതാണ്. ഡോക്ടർ പറഞ്ഞിട്ട് ചെയ്തതാണ്. അതായത് നമ്മൾ മിഡാസ് എന്ന് പറയുന്ന സ്കാനിങ് സെന്ററിൽ 3 പ്രാവശ്യം സ്കാൻ ചെയ്യുകയും അത് കഴിഞ്ഞിട്ട് ശങ്കേഴ്സിലേക്ക് റെഫർ ചെയ്ത് വിട്ടത് ഈ ഡോക്ടറാണ്. ശങ്കേഴ്സ് ചെയ്ത സ്കാനിങ്ങിൽ 5-ാമത്തെ അനോമി സ്കാനിങ്ങിൽ കുഞ്ഞിന്റെ ഈ കാര്യങ്ങളെ കുറിച്ച് ഒന്നും വിവരിച്ചിട്ടില്ല. ഈ 5-ാമത്തെ സ്കാനിങ്ങിൽ കുഞ്ഞിന്റെ എല്ലാ അവയവങ്ങളുടെ വളർച്ചയും അറിയാമെന്നാണ് ഈ ഡോക്ടർ പറയുന്നത്. അത് പ്രകാരം ഡോക്ടർ ആ ട്രീറ്റ്മെന്റ് ശങ്കേഴ്സിലെ റിസൾട്ട് നോക്കി കഴിഞ്ഞിട്ട് യാതൊരുവിധ പ്രശ്നവും കുഞ്ഞിനില്ല എന്ന് പറയുകയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്വേഷിക്കുന്നത് ഡോക്ടർമാര്, തയ്യാറാക്കുന്നത് ഡോക്ടർമാര്, സമർപ്പിക്കുന്നത് ഡോക്ടർമാര്, ഇതെല്ലാം ഡോക്ടർമാര് തന്നെയാണ്. അവർക്കപ്പോ അനുകൂലമായിട്ടുള്ളൊരു ഇതേ ഉണ്ടാകും. അതിപ്പോ സാറിന്റെ ഇടപെടലിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന്. ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ഉണ്ടാകും കൊടുക്കുന്നത് എടുക്കാൻ പറ്റത്തില്ല. ഫീഡിങ് ട്യൂബിലൂടെയാണ് ഫീഡിങ് കൊടുക്കുന്നത്. വിഷമിക്കാതിരിക്കാൻ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും വലിയ ഒരു വിഷമം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ കൂടെ ഉണ്ട്. നീ എവിടെ പഠിക്കുന്നത്? ഓ, എത്ര ക്ലാസ്സിലാണ്? അതിനൊന്നും ഭയപ്പെടാതിരിക്കും. സ്ട്രോങ് ആയിട്ട് നിൽക്കല്ലേ.